പൈക്കോയിൻ്റെ ഓപ്പൺ മൈനിറ്റ് വന്നപ്പോൾ തൊട്ട് കുറേ പേര് എന്നോട് ചോദിക്കുകയാണ് പൈക്കോയിൻ ഹോൾഡ് ചെയ്യണോ നല്ലത് അതോ ഇപ്പോൾ സെല് ചെയ്ത് ഒഴിവാക്കിയിട്ട് ക്യാഷ് ആക്കണോ നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പൈക്കോയിൻ്റെ ഒരു സെല് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള പൈക്കോയിൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് എമൗണ്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ സെല് ചെയ്ത് നിങ്ങളെ ക്യാഷ് ആക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ഈ പ്രൊജക്റ്റ് ഫെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് പമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നല്ല രീതിക്ക് പമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹ്യൂജ് എക്കോസിസ്റ്റമാണ്, ഗ്ലോബലി ഉള്ളതാണ്, ഹ്യൂജ് നമ്പർ ഓഫ് ഹോൾഡേഴ്സ് ഉണ്ട്. ലോഞ്ച് ആയപ്പോൾ തന്നെ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. 14 ബില്യണാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ടോപ്പ് 10 ക്രിപ്റ്റോയുടെ അടുത്ത് വന്നു. അപ്പോൾ ഒരു ടോപ്പ് 3 ക്രിപ്റ്റോയിലിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വരുന്നൊരു ഇയർ എൻഡ് ആകുമ്പോഴേക്കും കയറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ $10 പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കേസാണ് പറയുന്നത്. എൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 6 കൊല്ലം കൊണ്ട് മൈൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു പൈക്കോയിൻസ് എനിക്ക് കിട്ടി. അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലൈഫ് ചേഞ്ചിങ് എമൗണ്ട് ആണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് എന്തായാലും ഇപ്പോൾ സെല് ചെയ്യാൻ പോകണില്ല. കാരണം എനിക്ക് ഈ പ്രോജക്റ്റിൽ കുറച്ചുകൂടി വിശ്വാസമുണ്ട്. കാരണം ഹ്യൂജ് പ്രൊജക്റ്റാണ്, പിന്നെ ഹ്യൂജ് നമ്പർ ഓഫ് ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യൂട്ടിലിറ്റി ഉണ്ട്. കാരണം 100+ DApps ഓൾറെഡി ഡെവലപ്ഡ് ആണ്. പിന്നെ ഭാവിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ പേയ്മെൻറ്റ് ഗേറ്റ് വേസിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട് വേൾഡ് വൈഡ് യൂസേഴ്സ് നോക്കുവാണെങ്കിൽ. അപ്പോൾ വേൾഡ് വൈഡ് നമുക്ക് യൂസേഴ്സ്, ഗ്ലോബലി നമുക്ക് ഇഷ്ടം പോലെ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മാർക്കറ്റ് ക്യാപ്പ് ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 14 ബില്യൺ ആണ്. ഒരു 140 ബില്യണെങ്കിലും അല്ലെങ്കിൽ 100+ ബില്യണെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോഞ്ച് ആയപ്പോൾ തന്നെ 14-20 ബില്യണൊക്കെ മാർക്കറ്റ് ക്യാപ്പിൽ ലോഞ്ചായി. മെയിനായിട്ടുള്ള എക്സ്ചേഞ്ച് ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചിലൊന്നും ലിസ്റ്റ് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഹോൾഡ് ചെയ്യുകയായിരിക്കും ചെയ്യണത്. ഞാനിത് ഹോൾഡ് ചെയ്യുക മാത്രമല്ല, ഞാനിത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. 3 കൊല്ലത്തേക്ക് ലോക്ക് ചെയ്തേക്കാണ്. 3 കൊല്ലത്തേക്ക് ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ മൈനിങ് തീർന്ന വരെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊല്ലത്തേക്ക് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈനിങ് സ്പീഡ് ഹൈ ആയിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതും ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നിങ്ങളത് ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഒരു എമൗണ്ട് ആണോ നിങ്ങൾക്കത് സെല് ചെയ്യുമ്പോൾ കിട്ടാൻ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ബൈ ചെയ്യാൻ ചിന്തിക്കണമെങ്കിൽ, ബൈ ചെയ്യാനാണെങ്കിൽ ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഡൗൺ ആവുമെന്ന് നോക്കുക, എന്നിട്ട് ബൈ ചെയ്യായിരിക്കും നല്ലത്. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, താങ്ക്